ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പൊ നമ്മളെവിടെയാ പോകുന്നത്? കുഞ്ഞ് പള്ളിയിലേക്ക് അല്ലേ? ഓക്കെ, നമ്മള് പള്ളിയിലേക്ക് പോവാണ്. പെരുന്നാളാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അപ്പൊ ഇതാ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പൊ രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. അങ്ങനെ ഇതാ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് പള്ളിപ്പറമ്പിൽ കണ്ടത്. ഇത് മയിൽവാഹനമാണെന്ന് തോന്നുന്നു. പ്രദക്ഷിണത്തിനൊക്കെ ഇതുപോലത്തെയുള്ള ഇതുപോലെ വണ്ടികളൊക്കെ അലങ്കരിച്ചാണ് കേട്ടോ പ്രദക്ഷിണത്തിന് പോകുന്നത്. കാണാൻ നല്ല രസമില്ലേ? ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. നല്ല പള്ളിയുടെ. പിന്നെ എന്താ, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അതാണ് കേട്ടോ ആലക്കോട് പള്ളിയുടെ മാതാവ്. നല്ല ശക്തിയുള്ള മാതാവാണേ. അത് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നതാണ്. പിന്നെ ഞങ്ങൾ നേരെ കടയിലേക്കാണ് പോയത്. അപ്പോൾ റൈറ്റ് സൈഡിലെല്ലാം ബലൂണുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കട്ടുകുട്ടി ഇറക്കി വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ബസ്സിൽ പോകുന്നതുകൊണ്ട് ഞാനധികം മേടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഒരു കടയിൽ കയറി. കൊന്തയൊക്കെ വിൽക്കുന്ന സത്യസന്ധമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അവിടെയെല്ലാം കണ്ടു. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും മേടിച്ചില്ല. കാണാൻ രസമുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് വള മാലയൊക്കെ വിൽക്കുന്ന കടയിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങളെല്ലാം നോക്കി കണ്ട് കാത്തുകുട്ടിക്ക് ഇഷ്ടപ്പെട്ട അവളെടുത്തു. കുറേ ഉണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അതെല്ലാം നോക്കി കണ്ട് അങ്ങനെ മലബാറിൽ തന്നെ വലിയൊരു ആഘോഷമാണ് കേട്ടോ ഈ ആലക്കോട് പള്ളി പെരുന്നാൾ. എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇത് പെരുന്നാൾ ആഘോഷിക്കാൻ വരാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനിടയ്ക്ക് ഇങ്ങനെ കമ്മലുള്ള കടയിലും കയറി. പിന്നെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിലും കയറി. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. എല്ലാം കണ്ട് കേട്ട് പോന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ എല്ലാം ഒരു 30-40 രൂപ റേഞ്ചിലാണ് വിലയെങ്കിലും നമ്മളൊരു 3-4 എടുക്കുന്നത് അത്യാവശ്യം നല്ല പൈസയാവില്ലേ. പിന്നെ എല്ലാം കാണാനൊരു രസമാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അത് അവിടുന്ന് പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നുമില്ല. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ കാര്യമായിട്ടെല്ലാം എടുക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ കണ്ടപ്പോൾ കടക്കാർ എടുത്ത് ചേച്ചി ഒക്കെ പറയുന്നതാണ്. ഞങ്ങൾ അങ്ങനെ എടുത്തൊന്നുമില്ല. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ് കയറാനായിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. മാതാവിനെ ഒരുക്കി വെക്കുന്നതാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം ബലൂണ് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളോട് മേടിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് മേടിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട്. അതിനിടയ്ക്കും ബലൂൺ കച്ചവടക്കാരുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചു പോയിട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.